പറയഞ്ചലി സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് ഈ IVF ലാബിലെ എയർ ക്വാളിറ്റിനെ കുറിച്ച് ഇത്രയധികം ബോധേഡാവുന്നത്? നമ്മൾ സാധാരണ ശ്വസിക്കുന്ന എയർ തന്നെ പോരെ IVF ലാബിലും? അഞ്ജലി, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ആക്ച്വലി നമുക്ക് ശ്വസിക്കാനായിട്ട് പോലും അതിനകത്ത് ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട്, ശരിയല്ലേ? പക്ഷെ അത് നമ്മൾ എംബ്രിയോക്ക് കൊടുത്താലോ ഈ പൊല്യൂട്ടൻസിനകത്ത് ഒരുപാട് കെമിക്കൽസും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മളുടെ കൾച്ചർ സിസ്റ്റത്തിൽ പോവുകയും അത് നമ്മുടെ എംബ്രിയോസിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും, അതിന്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യും, അതിന്റെ പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യും. നമ്മൾക്ക് നല്ലൊരു പ്രഗ്നൻസിക്ക് എന്താ വേണ്ടത്? നല്ലൊരു എംബ്രിയോ അല്ലേ വേണ്ടത്, അല്ലേ? അപ്പം നമ്മളുടെ എയർ ക്വാളിറ്റി വളരെ നന്നായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അഞ്ജലി അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ ലാബില് നമ്മൾ എയർ ക്വാളിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വെച്ചേക്കുന്നത്? നമുക്കൊരു പോസിറ്റീവ് പ്രഷർ സിസ്റ്റം ഉണ്ട്. സോ ഈ പോസിറ്റീവ് പ്രഷർ സിസ്റ്റം എന്താ ചെയ്യുന്നത്? അത് പുറത്തു നിന്നുള്ള ശുദ്ധവായുവിനെ ഫിൽട്ടർ ചെയ്ത് അതിനകത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ കെമിക്കൽ കോമ്പൗണ്ട്സിനെയും വേർതിരിച്ചിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ലാബിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യും. എന്തിനാണ് ഈ പോസിറ്റീവ് പ്രഷർ സിസ്റ്റം? അതിന്റെ ഉപകാരം എന്താണ്? സോ ദാറ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഡോറ് തുറക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാരണവശാലും പുറത്തു നിന്നുള്ള വായു മലിനമായിട്ടുള്ള വായു അകത്ത് കടക്കാതിരിക്കുകയും ശുദ്ധമായിട്ടുള്ള വായു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു രീതിയിലും നമ്മളുടെ എംബ്രിയോസിനെ ഒരു കാരണവശാലും അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പം ഇതാണ് അഞ്ജലി നമ്മളുടെ മോഡുലാർ ലാബ് കൊണ്ടുള്ള ബെനിഫിറ്റ്. ഇപ്പൊ എല്ലാം മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ എന്താണ് വായുവിന്റെ അല്ലെങ്കിൽ എയറിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്? അപ്പൊ ഇനി ഞാൻ ചെയ്തോട്ടെ. താങ്ക് യു.